ഈ കൊണ്ടുവരുന്നത് ഒരു നിധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ചെറിയ നിധിയൊന്നുമല്ല, വലിയ നിധിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു പാഴ്സലാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ പോയി വന്നിട്ട് 2-3 മാസമേ ആകുന്നുള്ളൂ. പല സാധനങ്ങളും നമ്മൾ ഇപ്പോഴും ബോട്ടിൽസ് ഓപ്പൺ ആക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് ലഗേജ് പാക്ക് ചെയ്തപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ അടുത്തൊരു ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ കൊടുത്തിട്ടതാണ്. ഇതിൽ ഓരോ കാര്യങ്ങളും നല്ല ക്ലിയർ കട്ടായിട്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് ഐഡിയ ഉണ്ട്. എങ്കിൽ പോലും ഇത് തുറക്കാൻ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡുമാണ്. മെയിനായിട്ട് കൺമണിക്ക് വേണ്ടിയിട്ടുള്ള ലോഷനും സോപ്പും ഒക്കെ തന്നെയായിരുന്നു. പിന്നീട് അവൾക്ക് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടം, അങ്ങനെ കുറച്ച് ഐറ്റംസ് മെയിനായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ തുറക്കാൻ നേരമാണ് ഒരു ചെറിയ പൊതി ഞാൻ നോട്ട് ചെയ്യുന്നത്. ഇതെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. തുറന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് വേണ്ടിയിട്ടുള്ള പൂജിച്ച ചരടാണ് കേട്ടോ. ഇവിടെ ഡിയോഡ്രൻറ്റും പെർഫ്യൂമും ഒക്കെ കിട്ടുമെങ്കിൽ പോലും എനിക്കതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ പെർഫ്യൂം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കുറച്ചധികം സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പേരി, ചക്ക വറുത്തത്, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ. ഇതൊക്കെ ഇവിടെ കിട്ടുമെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഫീല് അത് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണല്ലേ. പിന്നെ ഇതൊരു സിലിക്കോണിൻ്റെ ഷീറ്റാണ് ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ടുള്ള ഐറ്റം നാരങ്ങാച്ചാറും അതുപോലെ തന്നെ മാങ്ങാച്ചാറും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് നാരങ്ങാച്ചാറാണ് കേട്ടോ. മാങ്ങ ഞാൻ കഴിക്കുമെങ്കിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നാരങ്ങാച്ചാർ തന്നെയാണ്. പിന്നെയും കുറേ ബേക്കറി ഐറ്റംസ് തന്നെയാണ്, ഉപ്പേരി, ഹൽവയൊക്കെ. എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് ബേക്കറി ഒന്നും വാങ്ങണ്ട. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആ ചെറിയ പെട്ടിക്കകത്തുനിന്ന് വന്നത്. അപ്പം എല്ലാം കൊണ്ട് ഹാപ്പി ആയി. ബൈ.